ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ ആയില്ലേ, അപ്പോൾ എല്ലാ വീടുകളിലും നനച്ചുളിയുടെ ഭാഗമായിട്ട് നനച്ചുളിക്കും തട്ടിക്കൂട്ടൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നിപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാട്ടോ ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ ഞാനിന്ന് അറിയാതെ അതിനെ പിടിക്കുകയൊക്കെ ചെയ്തു, പക്ഷേ എന്താ പോലെ പാമ്പല്ലേ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നനച്ചുളിയൊക്കെ ആയ തട്ടിക്കൂട്ടുമ്പോൾ എല്ലായിടത്തും ശ്രദ്ധിച്ച് തട്ടിക്കൂട്ടുക. പിന്നെ എന്തെങ്കിലും ആയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം കേട്ടോ. ഇതാ ഈ കിടക്കുന്ന സാധനത്തിൽ നിന്ന് രാവിലെ ഞാൻ കൈകൊണ്ട് പിടിച്ചു കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് ഒരു ചിരട്ടയുടെ ഉള്ളിൽ, ചിരട്ടിൻ്റെ പുറത്തിൻ്റെ ഭാഗത്ത് ഇങ്ങനെ കെട്ടി മറിഞ്ഞിട്ടാണ് കിടന്നിരുന്നത്. പക്ഷെ ഞാൻ ഈ പ്ലാസ്റ്റിക്കുകാർ വന്നപ്പോൾ ഞാൻ ഒഴിവാക്കാമല്ലോ വെച്ചിട്ട് ഞാൻ പിടിച്ചു അതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് എനിക്ക് കിട്ടിയത്. ഇത് വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. ഇതെന്താ വെച്ചാൽ ഞാൻ പഴയ സാധനങ്ങളൊക്കെ ഒഴിച്ചിട്ട് കൊണ്ടുപോയിടുന്ന ഒരു സംഭവമാണ്. അവർ വന്നപ്പോൾ ഞാൻ തന്നെ എടുത്തു കൊടുക്കാൻ കാണിച്ചു വിളിച്ചപ്പോൾ കുറേ സാധനങ്ങൾ ഒഴിവാക്കിയിരുന്നു. അപ്പോൾ അവർക്ക് എടുത്തു കൊടുത്താൽ അവർ പൈസ തരുള്ള രീതിയിൽ എടുത്തു കൊടുത്തത്. പക്ഷെ അത് എനിക്ക് തന്നെ വലിയൊരു അടിയായി. ഇന്നിപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടാട്ടോ ഈ മരം കൊത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ പുഴുക്കൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് അതിന് ഭക്ഷണമായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, അത് കൊത്തുന്ന സൗണ്ടൊക്കെ വേറെ അറിയാം, ശ്രദ്ധിച്ചിരുന്നാൽ അറിയാം. ആ മരം കൊത്തില്ലേ, അവിടെ കൊത്തിയിട്ട് അതിന് തിന്നാൻ കിട്ടണ്ടേ. പക്ഷെ മരം കൊത്തിനെ ഇങ്ങനെ കാണാൻ കിട്ടലില്ല. അതുകൊണ്ട് വീട്ടിൽ എടുത്ത കേട്ടോ, നിങ്ങളെയും കൂടി കാണിക്കാന്നുള്ള രീതിയിൽ. ഞാൻ വീഡിയോ എടുക്കണത് കണ്ടിട്ടില്ല, എന്നപ്പോൾ പാർക്കിൽ പോയിട്ടുണ്ടാവും. കണ്ടാ നോക്കണമൊക്കെ ചുറ്റും നോക്കുന്നുണ്ട് കേട്ടോ. വർത്താനം പറയുമ്പോൾ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. ചിറകൊക്കെ വിടർത്തി കാണിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കണ മൂപ്പർ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. നല്ല കൊത്തിപ്പറക്കല്ല കേട്ടോ ഗൈസ്. ഒന്നുണ്ടോ ആ ശബ്ദം ഉണ്ടാക്കണത് വേറെ അറിയാം. മേളുന്ന സൗണ്ട് നോക്ക്. ഇതാ ഞാൻ മൂപ്പരെ വീഡിയോ എടുക്കാൻ തന്നെ മൂപ്പര അറിഞ്ഞിട്ടില്ല. കൊത്തു നോക്ക്. കൊത്തുന്ന സൗണ്ട് നോക്കിയൊക്കെ. അതിന് നല്ല തിന്നാൻ കിട്ടണ്ടായിന്. കൊക്കിൻ്റെ മൂർച്ച നോക്കാം, നമ്മള് പിക്കാസ ചുറ്റിക്കണ്ടാവില്ല, അതേപോലെ ഉണ്ട്. എന്നെ കണ്ടിട്ടേ ഇല്ല മൂപ്പര്, കാണാത്ത പോലെ. കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴോ പറന്നു പോയിട്ടുണ്ടാവുക. കാണണ്ട ഗൈസ്, സൂം ചെയ്ത് കേട്ടോ. ഞാൻ പറഞ്ഞു നനച്ചുളിയുടെ ഭാഗമായിട്ട് നമ്മളെ വീടൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. കാരണം എന്താ വെച്ചാൽ നമ്മൾ നനച്ചുളിക്കുമ്പോൾ എല്ലായിടവും അടിച്ചു പൊറുക്കിയെടുക്കും.
പക്ഷെ അതിൻ്റെ ഉള്ളിൽ ചുരുണ്ടടക്കുന്ന ആൾക്കാരൊന്നും നമ്മൾ കാണൂല. നമ്മൾ കൈയിട്ട് മാന്തു. പിന്നെ നമ്മൾ കുറേ വാർത്തകളൊക്കെ കേട്ടിട്ടില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ പഴയ സാധനങ്ങൾ വീടിൻ്റെ പുറത്തെടുത്ത് വെച്ചിരുന്നു, ചാക്കിൽ പ്ലാസ്റ്റിക്കിൽ വരുമ്പോൾ കുപ്പി ഇതൊക്കെ കൊടുക്കുക വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് വന്ന ആളെ കണ്ട കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ പഴയ ഷൂ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും.